ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ കിഴങ്ങിൻ്റെ അപ്പമാണ് കേട്ടോ. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെയുള്ള നമ്മുടെ കിഴങ്ങ് പൊരിച്ചതാണ്. കേങ്ങാച്ചി കസറോട് കേങ്ങാച്ചി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കേങ്ങിനെ ആദ്യം ഇതേപോലെ തിന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നല്ല തടിയാക്കരുത്, ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിട്ട് അതിലേക്ക് ചേർക്കുന്നുള്ളത് കടലപ്പൊടിയാണ്. കടലപ്പൊടി നമുക്ക് എത്രയാണോ നമ്മൾ നമ്മുടെ കേങ്ങ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾ കടലപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുന്നുണ്ട്. കടലപ്പൊടിയിലാണ് കൂടുതൽ ടേസ്റ്റ്. ചില ആൾക്കാർ മൈദപ്പൊടിയിലൊക്കെ ഉണ്ടാക്കും. അപ്പം എനിക്ക് അത്ര മൈദപ്പൊടിയോട് വലിയ താല്പര്യമില്ല. കടലപ്പൊടിയിലാണ് ഏറ്റവും ടേസ്റ്റിൽ ഉണ്ടാവുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചരിപ്പൊടി, എന്നാൽ മാത്രമേ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അരിപ്പൊടി, അതല്ലെങ്കിൽ പത്തരിപ്പൊടി, പച്ചരി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പത്തരിപ്പൊടി ചേർത്താൽ മതി. അതല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പത്തലിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, നമ്മൾ സ്വയം വീട്ടിൽ പൊടിച്ചതല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇനി ചേർക്കാനുള്ളത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകമാണ് കേട്ടോ. അത് ഒരു 3/4 ടീസ്പൂൺ ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് വേണം നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ പൗഡറൊക്കെ ഫുള്ളായിട്ട് മിക്സ് ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കൈയോടെ തന്നെ, സ്പൂണിലോടെയോ കൈയോടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. നമ്മുടെ ഉപ്പും അതേപോലെ തന്നെ മുളകും അരിപ്പൊടിയും എല്ലാം മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കാനുണ്ട്. അതുകൂടി ചേർത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ആ സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റായി കുറച്ച് നേരം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമ്മളിത് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും, എന്താണെന്ന് അറിയില്ല, ഈ ഉരുളക്കിഴങ്ങിന് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ക്രിസ്പിനെസ് ഉണ്ട് ഈ സമയത്ത്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കേങ്ങ് കാച്ചിയത്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു നോമ്പിന് നമുക്കൊരു കേങ്ങ് കാച്ചിയതായാലോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടോ, നല്ല വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺ.